Linear functionals. Linear functionals. Okay. Linear functional. Linear functional is a linear operator. Linear operator from a vector space X to its scalar field F. അതായത് ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്റർ തന്നെയാണ്. അതിന്റെ റേഞ്ച് കോഡൊമൈൻ എന്ന് പറയുന്നത് ആ വെക്ടർ സ്പേസിന്റെ സ്കേലാർ ഫീൽഡ് ആയിരിക്കും. സോ ലീനിയർ ഓപ്പറേറ്റർ ഈസ് എഫ് ഫ്രം വെക്ടർ സ്പേസ് എക്സ് ടു ഇറ്റ്സ് സ്കേലാർ ഫീൽഡ് എഫ്. സോ ലീനിയർ ഓപ്പറേറ്ററിന്റെ കണ്ടീഷൻസ് അറിയാം. ആ കണ്ടീഷൻസ് ഒക്കെ ഇതും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ, എഫ് ഓഫ് ആൽഫ എക്സ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ലീനിയർ ഓപ്പറേറ്ററിന്റെ തിയറംസ് ഒക്കെ നമുക്ക് ലീനിയർ ഫംഗ്ഷൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻ, ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽ. എന്താണ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം ഡെഫിനിഷൻ തന്നെ നമുക്ക് ഇവിടെ ഡിനോട്ട് ചെയ്യാം. നോം ഓഫ് എഫ് ഓഫ് എക്സ്, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു നോം എക്സ്. ഓക്കെ, സി ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ ലീനിയർ ഓപ്പറേറ്ററിന്റെ ബൗണ്ടഡ്നെസ് പറഞ്ഞ സെയിം ഡെഫിനിഷൻ അവിടെ നോം ഓഫ് എഫ് ഓഫ് നോം ഓഫ് ടി ഓഫ് എക്സ് ആയിരുന്നു നമ്മൾ അവിടെ പറഞ്ഞത്. ഇവിടെ നോമിന് പകരം മോഡുലസ് ആണ്. കാരണം റേഞ്ച് എന്ന് പറയുന്നത് ഫീൽഡാണ്, സ്കേലാർ ഫീൽഡാണ്. അവിടുത്തെ നോം നമ്മൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് സി ഇൻറ്റു നോം എക്സ്. ലീനിയർ ഓപ്പറേറ്റർ, ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ, ആ സെയിം ഡെഫിനേഷൻ തന്നെ നമുക്ക് ഇവിടെ ഡിനോട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ നോം ഓഫ് എ ലീനിയർ ഫംഗ്ഷണൽ, നോം ഓഫ് എ ലീനിയർ ഫംഗ്ഷണൽ, norm of a linear functional, norm of f is equal to supremum of x element of x such that modulus f of x divided by norm x. ഓക്കെ, അപ്പോൾ നമ്മൾ ലീനിയർ ഓപ്പറേറ്ററിൽ ബൗണ്ടഡ് പഠിച്ചത് നോം ഓഫ് എഫ് ഓഫ് ടി എക്സ് ഡിവൈഡ് ബൈ നോം എക്സിന്റെ സുപ്രീമം വരുന്നു. അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡെഫിനിഷൻ സുപ്രീമം ഓഫ് norm x equal to 1 modulus of f of x, which is called the norm of linear operator. Okay, ഈ ഡെഫിനിഷൻ അറിയാം. ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ there exists a c satisfying this condition. Okay, the least such a c is called the norm of that linear function. ഓക്കെ, ലീനിയർ ഓപ്പറേറ്ററിന്റെ ഡെഫിനിഷൻ എന്താണോ ആ സെയിം ഡെഫിനിഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. സെയിം പ്രോപ്പർട്ടീസുമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അവിടെ ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു വെക്ടർ സ്പേസിൽ നിന്ന് ഫോർ എനി വെക്ടർ സ്പേസ് ആയിരുന്നു. ലീനിയർ ഫംഗ്ഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ വെക്ടർ സ്പേസിൽ നിന്നും ഓർ ദറ്റ് ഫീൽഡ്, ആ ഫീൽഡിലേക്കുള്ള ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, സോ ഈ ഡെഫിനിഷൻസ് ഒക്കെ ലീനിയർ ഓപ്പറേറ്റർ സെയിം ഡെഫിനിഷൻസ് ഒക്കെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് നമ്മളവിടെ ലീനിയർ ഓപ്പറേറ്ററിന്റെ ഒരു തിയറം നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. ഇറ്റ്സ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. അത് തന്നെ നമുക്ക് ഇവിടെ പറയാം. എ ലീനിയർ ഫംഗ്ഷണൽ എഫ് ഈസ് കണ്ടിന്യൂസ് if and only if it is bounded. ഒരു ലീനിയർ ഫംഗ്ഷനിൽ ബൗണ്ടർ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും, കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ബൗണ്ടർ ആയിരിക്കും. ഇത് നമ്മൾ ലീനിയർ ഓപ്പറേറ്ററിൽ പ്രൂവ് ചെയ്യുന്നതായിരുന്നു. സെയിം പ്രൂഫ് നമുക്ക് ഇവിടെ പറയാവുന്നതാണ്. എക്സാമ്പിൾസ്. ആദ്യം നമ്മളൊരു ലീനിയർ ഫംഗ്ഷനിൽ ആർ എന്നിൽ നിന്ന് ആറിലേക്ക്, ആർ എൻ ഇസ് എ വെക്ടർ സ്പേസ് ഓവർ ആർ, അവിടെ നിന്ന് അതിന്റെ വെക്ടർ ഫീൽഡ് ആയിട്ടുള്ള സ്കെലാർ ഫീൽഡ് ആയിട്ടുള്ള ആറിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡോട്ട് എ. X is an element of Rn and what is A is
a fixed element in Rn. Rn ഒരു ഫിക്സഡ് എലമെന്റ് ആണ് A, which satisfy the conditions for linear functional, linearity, additive property, f of alpha x into alpha times f of x, എല്ലാ പ്രോപ്പർട്ടി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇറ്റ് ബിക്കംസ് എ ലീനിയർ ഫംഗ്ഷണൽ. ഓക്കെ, അത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൂടാതെ നമുക്ക് നോം കണ്ടുപിടിക്കാനായിട്ട് നോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നോം ഓഫ് എക്സ് ഡോട്ട് എ വിച്ച് ഈസ് ലെസ് ആർ ഈക്വൽ ടു നോം ഓഫ് എക്സ് ഇൻറ്റു നോം ഓഫ് എ. ഇതൊരു ലീനിയർ ട്രാൻസ്മിഷൻ ആവുന്നത് എ ഫിക്സ് ചെയ്യുമ്പോഴാണ്. സെറ്റ് ഓഫ് ഓൾ, അതായത് നമുക്കൊരു വെക്ടർ സ്പേസ് എക്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്നും റിയൽ നമ്പറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ, ഇവിടെയുള്ള ഏതൊരു എലമെന്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഈ എലമെന്റിനെ എ എന്ന് പറയുന്ന ഈ ഫിക്സഡ് എലമെന്റ് കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എന്നതാണ്. അപ്പൊ ഇവിടുത്തെ ഉള്ള x1ന്റെ ഇമേജ് x1 ഡോട്ട് എ, ഇവിടെയുള്ള x2ന്റെ ഇമേജ് x2 ഡോട്ട് എ, അങ്ങനെയാണ് വരുന്നത്. സോ ദിസ് നോം ഓഫ് എ ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, സോ നോം ഓഫ് എഫ് ഈക്വൽ ടു നോം ഓഫ് എ. നോം ഓഫ് എ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഈ ഫംഗ്ഷന്റെ, ഈ ലീനിയർ ഫംഗ്ഷണലിന്റെ നോം എന്ന് പറയുന്നത് നോം ഓഫ് എ തന്നെയായിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം എ ആയിരിക്കും. ഓക്കെ, ഈ നോം എ എന്ന് പറയുന്നത് അതിന്റെ ഇത്തരത്തിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോമുകളുടെ ഇൻഫിമം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു മെത്തേഡ് കാണിച്ചു തന്നേ ഉള്ളൂ, ഒരു നോം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനൊരു സ്ട്രക്ചർ കാണിച്ചു തന്നേ ഉള്ളൂ. ഈ സെയിം ഇതുപോലുള്ള ഈ സിമിലർ ലീനിയർ ഫംഗ്ഷനില് നമുക്കൊരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ നോംഡ് വെക്ടർ സ്പേസിൽ ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇൻ L2 നമുക്കറിയാം L2 എന്ന് പറയുന്ന വെക്ടർ സ്പേസ്. L2ല് ഇഫ് x element of L2 which means x is a sequence, എക്സ് ഒരു സീക്വൻസ് ആയിരിക്കും. സാറ്റിസ്ഫൈ കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എക്സ് എ സീക്വൻസ് ഫിസിക്കൽ എക്സ് ഐ. ഓക്കെ, ആൻഡ് ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അപ്പൊ L2ൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity എക്സ് ഐ ഇൻറ്റു എ ഐ, where AI be a fixed sequence, fixed element in L2. L2-നകത്തുള്ള ഒരു നമ്മൾ ഇവിടെ ചെയ്ത അതേ രീതിക്കാണ് നമ്മൾ ഇവിടെയും ലീനിയർ ഫംഗ്ഷനിൽ ചൂസ് ചെയ്തേക്കുന്നത്. സോ ഇതും എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, ലീനിയർ ഫംഗ്ഷൻസിന്റെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത്. ഇനി ഇവിടുത്തെ നോം ഓഫ് എഫ് ഓഫ് എക്സ് equal to sigma I equal to 1 to infinity norm of xi into a. Okay, this is less than or equal to അല്ല, less than or equal to. കാരണം ഈ നോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഫുൾ നോം വരും. അതായത് നോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity xi ai. ഓക്കെ, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ നോമ് അകത്തേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity നോം ഓഫ് xi ai. ഓക്കെ, ബൈ കോഷി-ഷോർട്ട്സ് ഇക്വാളിറ്റി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സിഗ്മ I equal to 1 to infinity modulus of xi square the whole raised to 1 by 2 into sigma I equal to 1 to infinity modulus of ai square the whole raised to 1 by 2 which is equal to, ഇതെന്ന് പറയുന്നത് നോം എക്സ് ആണ്. It is called norm A. This norm A is a constant, which means norm of f of x less than or equal to norm A into norm x. And we can also prove this norm A is the minimum value satisfying this relation. So norm A, norm of F equal to norm of A. ഈ സെയിം നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത എ എങ്ങനെയാണോ ആ സെയിം രീതിക്കാണ് നമ്മൾ ഈ L2ലും നമ്മളൊരു ലീനിയർ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്തത്. ദിസ് നോം ഓഫ് എഫ് ഈസ് ഈക്വൽ ടു നോം ഓഫ് എ.
ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ പ്രൂഫിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടുത്തത് നമ്മൾ CFABയിൽ നിന്ന് നെക്സ്റ്റ് എക്സാമ്പിൾ we can define a function in CFAB. F from CFAB യിൽ നിന്ന് R ലെ is a set of all continuous function. Set of all continuous function എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ആണിത്, ഫോം എ വെക്ടർ സ്പേസ്. നമ്മൾ CFAB യിൽ നിന്ന് R ലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, where f of x of t is equal to integral a to b x of t dt, where x of t is a continuous function on closed interval ab at t less than t element of closed interval ab. Okay, this function satisfy, ഇതൊരു ലീനിയർ ഓപ്പറേറ്റർ ആണ്, ഇതൊരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. സോ ഇറ്റ്സ് എ ലീനിയർ ഫംഗ്ഷണൽ, ഇതൊരു റിയൽ നമ്പർ ആയിരിക്കും. സോ ഇറ്റ്സ് എ ലീനിയർ ഫംഗ്ഷണൽ. അവിടെ നമുക്ക് ഈ ഫംഗ്ഷനുകളുടെ നോം കണ്ടുപിടിക്കാനായിട്ട് നോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നോം ഓഫ് ഇന്റഗ്രൽ എ ടു ബി എക്സ് ഓഫ് ടി ഡി ടി. നമുക്കറിയാം ഇതൊരു ഫംഗ്ഷൻ ആണ്, ഇതൊരു കണ്ടിന്യൂസ് ക്ലോസ്ഡ് എ ബിയിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇത് ക്ലോസ്ഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഇത് എയും ഇത് ബിയുമാണ്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിനൊരു മാക്സിമം കാണും. ഓക്കെ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ ഗ്രാഫാണ്. അപ്പോൾ ഈ ഫംഗ്ഷന് ഒരു മാക്സിമം കാണും. ആ മാക്സിമം ഉൾക്കൊള്ളുന്ന ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയെക്കാളും ചെറുതായിരിക്കും ഇന്റഗ്രേഷൻ ഓൺ ദി ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഇത് ഏതൊരു കർവായി കഴിഞ്ഞാലും ഈ കർവിനെ ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലുള്ള മാക്സിമം എലമെന്റ് വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിലൊരു റെക്റ്റാങ്കിൾ ചൂസ് ചെയ്യാൻ പറ്റും. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയെക്കാളും ചെറുതായിരിക്കും എന്ത് ഇന്റഗ്രേഷൻ ഓവർ ദിസ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. സോ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത് ബി മൈനസ് എ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഓഫ് എക്സ് ഓഫ് ടി, വേർ ടി എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഇങ്ങനെ എഴുതാലോ, വിച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു നോം ഓഫ് എക്സ് ഓഫ് ടി. ഓക്കെ, അതായത് നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു നോം ഓഫ് എക്സ്. ഇവിടെ നോം ഓഫ് എഫ് ഈക്വൽ ടു ബി മൈനസ് എ നമുക്ക് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ എക്സാമ്പിൾസ് ഒന്നും നമ്മൾ ലീനിയർ ഓപ്പറേറ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ല. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ ലീനിയർ ഓപ്പറേറ്റേഴ്സിന്റെ ലീനിയർ ഫംഗ്ഷണൽസിന്റെയും നോം കണ്ടുപിടിക്കും. ഈ ലീനിയർ ഫംഗ്ഷന്റെ നോം എന്ന് പറയുന്നത് നോം എഫ് ഈക്വൽ ടു ബി മൈനസ് എ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സി ഓഫ് എ ബിയിൽ തന്നെ മറ്റൊരു നോം ഡിഫൈൻ ചെയ്യാം. സി ഓഫ് എ ബിയിൽ നിന്ന് അടുത്ത എക്സാമ്പിൾ, എ ഫ്രം സി ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ടു ആർ such that where f of x of t equal to x of t naught, where t naught element of closed interval a b. Some t naught ന്റെ ഫംഗ്ഷൻ വാല്യൂവിനെ നമുക്ക് x of t യുടെ ഇമേജ് ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിതും ഒരു ലീനിയർ ഫംഗ്ഷനിലാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ലീനിയർ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോമാണ്, ഒരു ഫംഗ്ഷൻ ലീനിയർ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്, ഓപ്പറേറ്റർ ആണിത്. സോ ഇറ്റ്സ് എ ലീനിയർ ഓപ്പറേറ്റർ, ഇറ്റ്സ് എ ലീനിയർ ഫംഗ്ഷണൽ. നോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് എക്സ് ഓഫ് ടി. നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും ടി എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. കാരണം എ ബി എന്ന് പറയുന്ന ഇന്റർവെലിൽ ഉള്ള ഒരു പോയിന്റ് ആണ് ടി നോട്ട്. ഈ ടി നോട്ടിന്റെ ഫംഗ്ഷൻ വാല്യൂ ആണ് നമ്മൾ
ഒരു ഫംഗ്ഷന്റെ ഇമേജ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇത് ഇവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ ടി നോട്ടിന്റെ ഇമേജ് എന്താണോ ആ പോയിന്റിലേക്കാണ് ഈ ഫംഗ്ഷൻ നമ്മൾ മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് ഉറപ്പായിട്ടും ഈ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈ ഇതിന്റെ മാക്സിമം വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും, ചെറുതോ ഈക്വലോ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് പറയാം നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു മാക്സിമം ഓഫ് ദാറ്റ് എലിമെന്റ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി നോട്ടിന്റെ എലിമെന്റ് ഇതാണ്. ദാറ്റ് മീൻസ് ഈ ഫംഗ്ഷനെ മാപ്പ് ചെയ്യുന്നത് ഈ വാല്യൂയിലേക്കാണ്. പക്ഷെ ഇതിന്റെ മാക്സിമം എന്ന് പറയുന്നത് ദാ ഇവിടെയാണ്. അപ്പൊ മാക്സിമം എപ്പോഴും ഇതിന്റെ ഇമേജിനേക്കാളും വലുതായിരിക്കും. സോ നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു മാക്സിമം ഓഫ് എക്സ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു നോം ഓഫ് എക്സ്. അതായത് ഹിയർ നോം എഫ് ഈക്വൽ ടു 1. നമുക്ക് തിരിച്ച് ഇവിടെ സി എന്ന് പറയുന്നത് 1 കിട്ടി. ആ 1 എന്ന് പറയുന്നത് ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് നമ്പർ ആണെന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദീസ് ആർ ദ ബേസിക്. ഇത് ഈ ലീനിയർ ഫംഗ്ഷണൽസിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. 4 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 4 എക്സാമ്പിൾസിൽ ലീനിയർ ഫംഗ്ഷൻസിന്റെ ബേസിക് കൺസെപ്റ്റുകൾ നമുക്ക് ഡിനോട്ട് ചെയ്യാം, ഓർത്തിരിക്കാം. കൂടാതെ നോം കണ്ടുപിടിക്കുന്ന മെത്തേഡും ഓർത്തിരിക്കാം. ഓക്കെ, താങ്ക് യു.